ഓൺലൈൻ എന്റെ വോയിസ് ക്ലിയർ ആണോ? യെസ് സാർ, ക്ലിയർ ആണ്. അപ്പൊ ഇന്ന് ആൾക്കാരൊക്കെ കുറവാണല്ലോ ക്ലാസ്സിൽ. ഓഫ്ലൈനിൽ ആരൊക്കെയാ പോയെ? അതുല്, അശ്വതി, ഓസ്റ്റിൻ. ഓസ്റ്റിൻ മാത്രം ഓൺലൈനിലുണ്ട്, ബാക്കി രണ്ടുപേരോ? ഉം. ഞാൻ എല്ലാവരോടും സ്റ്റാർട്ടിങ്ങിൽ ഒരു ലിങ്ക്ഡിന്റെ ഒരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഉം. ആകെ രണ്ടുപേരും മാത്രമേ എന്തോ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നല്ലേ. റീമയും ഷാലറ്റും. ബാക്കി ആരും ചെയ്തിട്ടുള്ളൂ ഇതുവരെ? വേറെ ആരെങ്കിലും ഓൺലൈൻ ഓഫ്ലൈൻ ചെയ്തിട്ടുണ്ടോ അപ്ഡേഷൻ ലിങ്ക്ഡിനിൽ? ഹാക്കറാങ്കിൽ അപ്ഡേറ്റ് ചെയ്തു. ബാക്കിയോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര മാസമായി? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 7 മാസമായി. ഏഴാമത്തെ മാസം കഴിയാൻ പോവാ. എന്നിട്ടാകൽ ലിങ്ക്ഡിൽ എത്ര പോസ്റ്റ് ഉണ്ടാവുക? ഒന്നോ രണ്ടോ, മാക്സിമം മൂന്ന്. ഓരോ ആളുടെ പിന്നെ ഒന്നും ഉണ്ടാവുകയും ചെയ്യില്ല. ഉം? ആർക്കും ഇതൊന്നും വേണ്ടേ? ഉം? മാസത്തിൽ ഒന്ന് അല്ലെങ്കിൽ കൊല്ലത്തിലൊരു പോസ്റ്റാണ് അവിടെ ഇടുന്നത്. ഉം? നിങ്ങൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ആരെങ്കിലും അറിയണ്ടേ? നിങ്ങളിങ്ങനെ ഒരു സാധനം പഠിക്കുന്നുണ്ട്, എനിക്കിത് അറിയാം, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാം. ഇതൊക്കെ ഒന്ന് എല്ലാവരോടും വിളിച്ചു പറയണ്ടേ? നിങ്ങളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാല് അതിനെ ബേസ് ചെയ്ത് പിന്നെ സ്റ്റോറിയോട് സ്റ്റോറി ആയിരിക്കില്ല ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും. ഉം? അല്ലേ? പിന്നെ അതിനെ ബേസ് ചെയ്ത് ചറവറ പോസ്റ്റും ആയിരിക്കും. ഞാൻ അവിടെ പോയി, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു. അല്ലേ? പണ്ട് ഡയറിയിലൊക്കെ എഴുതി വെക്കാറില്ലേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്? അതുപോലെ അത് ചെയ്യണ്ടേ? ഉം? അങ്ങനെയല്ലേ നിങ്ങൾക്ക് ഇത് അറിയുന്നുള്ള ഒരു നാലാൾ അറിയാൻ പോകുന്നുള്ളൂ. ഉം? അല്ലെങ്കിൽ ആരെങ്കിലും ഇതൊക്കെ അറിയോ? നിങ്ങൾക്ക് ഇത് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പവർ ബി അറിയാം, ഈ ഒരു ഡാക്സ് പഠിച്ചിട്ടുണ്ട്, ക്യൂമുലേറ്റീവിന്റെ കൺസെപ്റ്റ് ഇവൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, YOIUN ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു 4 പേര് അറിയണ്ടേ? അറിഞ്ഞിട്ടല്ലേ അതിന് വല്ല കാര്യമുള്ളൂ. കാർഡിന് അത് നോർമൽ കുറച്ചുകൂടെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾ അതുപോലെ ഒരു പോസ്റ്റ് ഇട്ട് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് എത്രത്തോളം റീച്ച് കിട്ടുന്നില്ലത്. ഉം? ആ ഇട്ട് 2 പേർക്ക് അറിയാം, അവർ വെറുതെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിന് എത്ര പേര് ലൈക്ക് കിട്ടിയിട്ടുണ്ടാവുന്നില്ലത്. അതിലൊന്നുമില്ല. ഞാൻ പറയാം അല്ലേ. ജസ്റ്റ് ഞാൻ ഇത് പഠിക്കാൻ തുടങ്ങിയ പറഞ്ഞ ഇട്ടപ്പോ തന്നെ അതിന് അത്യാവശ്യം നല്ല റീച്ചും കമന്റും കിട്ടിയിട്ടുണ്ടാവും. ഉം. അതാണ് അതിന്റെ പവർ. അത് നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യട്ടോ, വെറുതെ ഇങ്ങനെ കളയരുത്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ ഒന്നോ രണ്ടോ പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ പവർ എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന എൻക്വയറീസ് മനസ്സിലാവും. പിന്നെ ഗേൾസിനോട് ഒരു കാര്യം പറയാം, അത് കിട്ടുന്ന എല്ലാ എൻക്വയറിയും വിശ്വസിക്കരുത് കേട്ടോ. ഉം. പണ്ടൊക്കെ അത് ഭയങ്കര പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏരിയ ആയിരുന്നു. അപ്പൊ അതും ഒരു ചെറിയ രീതിയിൽ ഇൻസ്റ്റാഗ്രാം ലെവലിൽ മാറിയിട്ടുണ്ട്. ബോയ്സിന് അത്ര വലിയ ഇഷ്യൂ ആയത് ഫേസ് ചെയ്തിട്ടില്ല. ഗേൾസിന് നല്ല ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത് എന്റെ കുറെ ഫ്രണ്ട്സ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉം. അതുകൊണ്ട് അവർ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. വെറുതെ ഓപ്പണിംഗ് ഉണ്ട്, അത് ഉണ്ട്, ഇതിന്റെ ഒക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കും. അതുപോലെ ട്രാപ്പിലൊന്നും പോയിട്ട് വീഴരുത് കേട്ടോ. ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്, ജോലിക്ക് അപ്ലൈ ചെയ്യും, അവർ പറയും ഇത്ര എമൗണ്ട് തന്നാൽ ഓഫർ ലെറ്റർ തരാം. പൈസ കൊടുത്തതിന് ശേഷം നമ്മളോട് പറഞ്ഞിട്ട് പറയും സാർ പൈസ കൊടുത്തിപ്പോ കിട്ടിയില്ല. അവരത് ചെയ്യാൻ പറ്റുമോ? എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം, ഇതുവരെ ഒരു കമ്പനി പോലും 1 രൂപ പോലും ഒരാളടുത്തും ഡിമാൻഡ് ചെയ്ത് വാങ്ങിയിട്ടില്ല ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. കമ്പനി അങ്ങോട്ട് സാലറി കൊടുക്കുന്നതിനാണ്ട് അവർ ഇങ്ങോട്ടേക്ക് ഇതുവരെ ഒരു കമ്പനിയും ഡിമാൻഡ് ചെയ്തിട്ടില്ല. എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു കമ്പനി 1 രൂപ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകരുതെന്ന് ഞാൻ പറയും. എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മുമ്പ് ഇതുപോലെ എന്നെ ഒരു കമ്പനി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വലിയൊരു MNC കമ്പനിയാണ്. നിങ്ങൾക്ക് അറിയാം, ഞാൻ പേരൊന്നും പറയുന്നില്ല. എനിക്ക് ഓഫർ ലെറ്റർ അടക്കം അവർ അടിച്ചു തന്നു. ഒരു സ്ഥലത്ത് പോലും നമുക്ക് എന്താ പറയുക ഉടായ്പാണെന്ന് മനസ്സിലാവില്ല. അവസാനം അവർ ചെറിയൊരു എമൗണ്ട് 100 രൂപ എത്ര എന്നോട് ചോദിച്ചിട്ടുള്ളൂ. ഞാൻ ഡൗട്ട് പോയത് എന്ത് ചെയ്തു, അവർ അയച്ച ഓഫർ ലെറ്റർ അതുപോലെ എടുത്തിട്ട് ആ കമ്പനിയുടെ ശരിക്കൊരു മെയിൽ ID ഞാൻ അയച്ചു നോക്കി. 2 ദിവസം കൊണ്ട് എനിക്ക് റിപ്ലൈ വന്നു. അവർ ഓഫർ ലെറ്ററിൽ ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ട് അവർക്ക് കണ്ടുപിടിക്കുമെന്ന കാര്യങ്ങൾ മാർക്ക് എനിക്ക് അയച്ചു തന്നു. ഇത് നമ്മളതല്ല, നമ്മുടെ ലോഗോയിൽ ഈ ഒരു ചെറിയൊരു വ്യത്യാസം എന്നൊക്കെ പറഞ്ഞ അവർ മാർക്ക് ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർ എന്നോട് പറഞ്ഞു ഇനി ഇതുപോലെ ഇങ്ങനെ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ ഡയറക്റ്റ്ലി വിളിക്കാന്ന് പറഞ്ഞ് എനിക്ക് അവർ റിപ്ലൈ അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ വീണ്ടും ഒരു ഓപ്പണിംഗ് വന്നപ്പോൾ എന്നെ കോൺടാക്റ്റും ചെയ്തു. ഉം. അത് 100 രൂപയെ ചോദിച്ചിട്ടുള്ളൂ. പെട്ടെന്ന് നമുക്ക് എന്താണ് ജോലി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ 100 രൂപ കൊടുക്കും.
ഇതുപോലെ ഒരു 10 ആള് കൊടുത്ത അവർക്ക് എത്ര രൂപയായി? 1000 വില. നിങ്ങൾ ഇതുപോലെ ഒരു 10 സ്ഥലത്ത് 100 രൂപ കൊടുത്ത എത്ര പോയി? 1000 രൂപ നിങ്ങൾ നഷ്ടമായി. അപ്പോ അത് നിങ്ങളുടെ കീശന്നല്ല. നിങ്ങളിപ്പോ നിങ്ങളുടെ കോഴ്സിന് വിട്ടതും നിങ്ങളുടെ എമൗണ്ട് എടുത്തിട്ടായിരിക്കില്ല മോസ്റ്റ് പ്രോബ്ലി അല്ലേ? കുറച്ച് പേര് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് ചെയ്യാട്ടോ. 1 രൂപ ചോദിച്ചാൽ പോലും കൊടുക്കരുത് ഞാൻ പറയും. അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ഫ്രോഡ് പരിപാടി ഇന്നത്തെ കാലത്തുണ്ട്. വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ട് കമ്പനി ജോയിൻ ചെയ്യാൻ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് അങ്ങനെ എന്നിട്ട് സിറ്റുവേഷൻ ഒന്നും അറിയില്ല കേട്ടോ. എന്നിട്ട് അതിലും പോയിട്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്ത് തലവെക്കുന്നത് ഞാൻ കാണാറുണ്ട്. അത്ര പോലും ഒന്നും ചിന്തിക്കുന്നില്ല ഇവരൊന്നും. ഒരു കമ്പനി ഇങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുക. ഉം. ഏതെങ്കിലും ഒരു കമ്പനി അങ്ങനെ ചെയ്യും. നിങ്ങൾക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. നിങ്ങൾ അത്രമാത്രം ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കമ്പനി ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂ. നിങ്ങൾ അത്രമാത്രം ആലോചിച്ചാൽ മതി. വേറൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ചെയ്യോ? ഇല്ലല്ലോ? ഓക്കെ. അപ്പൊ അതുപോലുള്ള കുറെ പരിപാടികളുണ്ട് കേട്ടോ ലിങ്ക്ഡിനിലൂടെയൊക്കെ. പിന്നെ ഞാൻ കണ്ട അടുത്തൊരു വലിയ പരിപാടിയാണ് ലിങ്ക്ഡിനിൽ കമന്റ് അടിച്ച ജോലി കിട്ടും. മറ്റെന്താണ് ഇൻസ്റ്റാഗ്രാമിലത്തെ ഗിവ് അവേ കൊടുക്കുന്ന പോലെയാണ്. കമന്റ് അടിച്ച കാറ് കിട്ടും, പൈസ കിട്ടും എന്ന് പറയുന്ന പോലെയാണ്. ടാഗ് ചെയ്താൽ കിട്ടുന്ന പറയുന്ന പോലെയാണ്. എന്നിട്ട് അതിനും എത്ര കമന്റ് അറിയോ? 1000, 2000, 3000 ഒക്കെ കമന്റും റീപോസ്റ്റ് ചെയ്യുന്നതൊക്കെ. അങ്ങനെ അടിച്ച് ജോലി കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരണം കേട്ടോ. നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളൊന്ന് കാണണമായിരുന്നു അങ്ങനെ കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഉം. ഞാൻ കുറെ സെർച്ച് ചെയ്യുന്നു. അതൊക്കെ അവർ അവരുടെ പേജിന് പ്രൊമോഷൻസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അവർക്കാണെങ്കിൽ ലീഡ് കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്ന പ്രോസസ് എന്താണ്? ലീഡ് നല്ല ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ് ആണ്. അപ്പൊ അവർക്ക് മനസ്സിലാവും ഈ ഒരു ഡൊമൈനിന് വേണ്ടി ജോലി നടത്തുന്ന ഇത്രയും ആൾക്കാരുണ്ട്. അവരുടെ പ്രൊഫൈൽ കയറിയിട്ട് അവർ മൊത്തം ഡാറ്റ കളക്ട് ചെയ്യും. എന്നിട്ട് ഇതുപോലെ ഫ്രോഡ് പരിപാടികൾക്ക് എന്ത് ചെയ്യും? ഇവരെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾ അങ്ങനെ കമന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റിക്വസ്റ്റും വരും. നിങ്ങളെ ഫോൺ നമ്പർ അതിൽ ലിങ്ക്ഡ് ആണെങ്കിൽ ആ ഫോൺ നമ്പർ മെയിൽ ഐഡിയിൽ പിന്നെ ഒരുപാട് മെയിലും വരാൻ തുടങ്ങുന്നുണ്ടോ? ശ്രദ്ധിച്ചോ? അതുകൊണ്ട് ഇതുപോലെ തന്നെ ഉടായ്പ പരിപാടിയിലൊന്നും പോയിട്ട് തലവെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പൊ ലിങ്ക്ഡിൻ അതൊക്കെ ഭയങ്കര ഫേമസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല അടിപൊളി പ്ലാറ്റ്ഫോം ആയിരുന്നു. പിന്നെ ഒരുപാട് ഉടായ്പ ടീംസ് അതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ലിങ്ക്ഡിനിൽ എന്ത് ചെയ്യും? നല്ല നല്ല പോസ്റ്റും കാര്യങ്ങളും പോസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവാട്ടോ. അതിങ്ങനെ വെറുതെ വെച്ചിട്ട് മുമ്പോട്ട് പോകരുത്. നിങ്ങൾ പഠിക്കുന്നത് എന്ത് ചെയ്യണം? ഒരു 10-20 ആൾക്കാർ അറിയണം. അത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ട് കാര്യമില്ല. പവർ ബേസ് ചെയ്യുന്നത് എന്താണ്? രാത്രി ഇതിന്റെ സ്റ്റോറി എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാൽ ആൾക്കാർ ലൈക്ക് ചെയ്യുന്നല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല. അഡ്വാൻറ്റേജ് കിട്ടുന്ന ഏക സ്ഥലമാണ് ലിങ്ക്ഡിൻ. ഞാൻ ഇന്ന് പറഞ്ഞ ഇന്ന് പോയിട്ട് എല്ലാവരും ഇടരുത് കേട്ടോ. ഒരുമിച്ചിട്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പൊ ആരോ പറഞ്ഞു, ഇപ്പൊ എല്ലാവരും അതിന്റെ പുറത്ത് ചറപറ ഇടുന്നതാണ്. ഉം. അതിനൊരു എന്താ പറയാ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണം ഞാൻ ചെയ്യുന്നത് ഒരു യുണീക്ക് പോസ്റ്റ് ആണെന്നുള്ളത്. ആ രീതിയിൽ വേണം കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ. അതുപോലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്നുള്ള ഒരു ഫീൽ അവിടെ വരാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ ഒരു ഫീൽ ഇതൊരു ഡാറ്റാ സയൻസ് പഠിച്ചിട്ട് തോന്നിയിട്ടുണ്ടോ? ഞാനത് ചെയ്തു. ഒരു പ്രൗഡ് മൊമെന്റ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉം. എവിടെയെങ്കിലും അങ്ങനെ ഫീൽ ചെയ്ത ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടോ? ഒരു പ്രൗഡ് മൊമെന്റ് ഞാനത് സ്വന്തമായിട്ട് ചെയ്തെടുത്തു. അല്ലെങ്കിൽ ഒരു 2-3 ആൾക്കാർ എന്നെ അതിന്റെ വേണ്ടിയിട്ട് എന്നെ അപ്രീഷിയേറ്റ് അല്ലെങ്കിൽ എന്നെ റെക്കഗ്നൈസ് ചെയ്തു. ഉം. അങ്ങനെ ഒരു മൊമെന്റ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇതുവരെ? ഉം. അത് ചെയ്യുന്നുണ്ട്. ലിങ്ക്ഡിൻ ത്രൂ. യെസ്. വേറെ ആരെങ്കിലും അങ്ങനെ ഒന്നും ചെയ്യുന്നുണ്ടോ? ഉം. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് തന്നെ പറയാം. അത് നിങ്ങൾ ആരാന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഉം. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യട്ടോ. ഓക്കെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ് എന്താ ഡിസ്കസ് ചെയ്ത്? ആ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ എല്ലാവരും ക്ലിയർ ആയിരുന്നോ? ഉം. ഓ. പിന്നെ ഞാനൊരു കാര്യം ഇന്നലത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഉം. ഉണ്ടോ? ഇന്നലത്തേക്ക് ചെയ്തു വരാൻ പറഞ്ഞ ഒരു കാര്യമായിരുന്നു. നമ്മൾ URL വെച്ചിട്ട് ഇമേജിനെ കൊണ്ടുവരാൻ പഠിച്ചു. ഇനി ഡാറ്റാ സെറ്റിൽ URL ഉണ്ടെങ്കിൽ എങ്ങനെ ഇമേജിനെ കൊണ്ടുവരാൻ നിങ്ങളോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇംപ്ലിമെന്റ് ചെയ്തോ? ഉം. യെസ്. കിട്ടിയില്ല? ഓൺലൈൻ ആർക്കും ചെയ്യാൻ പറ്റുമോ? യെസ് സാർ, ചെയ്യാൻ പറ്റും. ആൾക്ക് കിട്ടി, ബാക്കി ആരും കിട്ടിയിട്ടില്ല. വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. എങ്ങനെയാ ഡാറ്റ കണക്ട് ചെയ്യുക? ഗെറ്റ് ഡാറ്റ. കുറെ പേര് കിട്ടാത്തതിന്റെ ഇഷ്യൂ പറഞ്ഞുതരാം. സാർ മറന്നുപോയി സർ. ഓക്കെ. അവർ എക്സൽ വർക്ക് ബുക്ക് എടുത്തിട്ടായിരിക്കും പരിപാടി ചെയ്തിട്ടുണ്ടാവുക. ഞാൻ അയച്ചത് CSV ഫയലാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ ഇനി അത്ര സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ നിങ്ങൾക്ക് അവിടെ കാണിച്ചിട്ടില്ല. ഏതിനെ ക്ലിക്ക് ചെയ്യണം? ടെക്സ്റ്റ് ബാർ CSV. അതുകൊണ്ട് ഞാനത് എടുത്ത് പറയാതിരുന്നത്. ഒരുപാട് പേര് എക്സൽ ഫയൽ പോയിട്ടല്ലേ ചെയ്തിട്ടുണ്ടാവുക.
എവിടെ ഫയൽ, എവിടെ ഫയൽ, എവിടെ ഫയൽ, എവിടെ. നിങ്ങൾ ഇനി എത്ര ജന്മം ചെയ്താലും എക്സൽ വർക്ക് പോയിട്ട് നിങ്ങൾക്ക് അത് കിട്ടില്ല കേട്ടോ. എവിടെ തന്നെ പോകണം? ടെക്സ്റ്റ് ബാർ CSV. എന്നിട്ട് അത് എവിടെയാണുള്ളത് അതിന്റെ പാത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിട്ടുണ്ടാവും. കൺട്രി വിത്ത് ഫ്ലാഗ് URL എന്നാണ് പേര്. ഓപ്പൺ. പിന്നെ ആ ഡാറ്റ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാനും പറ്റില്ല കേട്ടോ. ഇപ്പൊ ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാവും. ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ട് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇത് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്? ഇതൊരു ടേബിൾ രൂപത്തിലല്ല. ടേബിളിലേക്ക് ആക്കണം, ഷീറ്റ് ഇട്ടിരിക്കുന്നത്. അല്ല, പവർ ഇതിപ്പം ക്വറി ടേബിൾ തന്നെയായിട്ട് ഉള്ളത്. കണ്ടോ, മെഷീൻ കാണിച്ചു തരുന്നത് കറക്റ്റ് ടേബിൾ. പക്ഷെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന റീസൺ എന്താ? ഫസ്റ്റ് റോ നമുക്ക് എന്തായിട്ട് വേണം? ഹെഡർ ആയിട്ട് അത് വേണം. ഷിഫ്റ്റ് ചെയ്യണം. പ്രൊമോട്ട് ഡിമോട്ട് അത് ചെയ്യണം. പ്രൊമോട്ട് ചെയ്യണം. എങ്ങനെ ചെയ്യാ? പവർ ബിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അല്ല, പവർ ക്യൂറി എഡിറ്റർ. പവർ ക്വറി അറിയണം. നേരെ ഇങ്ങോട്ട് ഇത് പോവാ, ട്രാൻസ്ഫോം ട്രാൻസ്ഫോം. ഡാറ്റ ഉണ്ടോ? ഈ ഒരു കാര്യം അറിയില്ല നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പവർ ക്വറി അറിയില്ലെങ്കിൽ പിന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഉണ്ടോ? ചെറിയൊരു കാര്യം. ഇവിടെ ഏതാ ചെയ്യാം? ട്രാൻസ്ഫോം ടാബിന്റെ അകത്ത് ടേബിൾ ഗ്രൂപ്പിൽ എന്ത് കാണാം? യൂസ് യൂസ് ഫസ്റ്റ്. ഫസ്റ്റ് റോ ആസ് ഹെഡേഴ്സ്. അത് കൊടുത്താൽ എന്തായി? ഫസ്റ്റ് റോ ഹെഡറിലോട്ട് കയറിയിട്ട് കണ്ടോ. അതിനുശേഷം മാത്രം എന്ത് ചെയ്യാം? ഈ ഒരു ഡാറ്റ പവർ ബിയിലോട്ട് പാസ് ചെയ്യാം. പിന്നെ ഈ ഒരു ടേബിൾ ഒരിക്കലും നമ്മുടെ ഡാറ്റ മോഡലിലെ പാർട്ടാക്കി മാറ്റാനും പറ്റില്ല. ചെയ്യാൻ പറ്റുമോ? ഇല്ല. ജസ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ്. എന്ത് ചെയ്തു? കാർഡ് ന്യൂ യൂസ് ചെയ്തു. കാർഡ് ന്യൂലോട്ട് എന്താ ആഡ് ചെയ്യാം? ആ കൺട്രി വിത്ത് ഫ്ലാഗ് URL, കൺട്രി എന്ന് പറഞ്ഞ ഇതെന്ത് ചെയ്തു? കാർഡിന്റെ ഡാറ്റയിലോട്ട് ആഡ് ചെയ്തു. അതിന് സ്ലൈസർ വെച്ചിട്ട് ആരത്തിന് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും? അതേ ടേബിളിലെ കൺട്രി വെച്ചിട്ട് സ്ലൈസറും ബിൽഡ് ചെയ്തു. ഇനി ഈ വിഷ്വലകത്ത് എന്ത് വരണം? ഇമേജ് വരണല്ലേ. വിഷ്വൽ സെലക്ട് ചെയ്യുന്നു, ഫോർമാറ്റ് പെയിൻ, താഴത്തോട്ട് വരുമ്പോൾ എന്ത് കാണാം? ഇമേജസ്. എവിടെ ഇമേജ് ഉള്ളത്? ഫസ്റ്റ് കൺട്രി. ഇമേജ് ഓൺ ചെയ്യുന്നു. ഇമേജ് ടൈപ്പ് എന്തായിരിക്കും? ഇമേജ് URL. പക്ഷെ ഒരു ഫിക്സഡ് URL അല്ല. നമ്മുടെ ഓരോ സെലക്ഷൻ അനുസരിച്ചിട്ടും ഓരോ URL വരും. ഇപ്പൊ എന്താണ്? കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ഇപ്പൊ മെഷീൻ അവിടെ ചോദിക്കും ഏതാണ് ഫീൽഡ്. ഓൾറെഡി ഡാറ്റാ സെറ്റിന്റെ അകത്ത് എന്തുണ്ട്? ഫ്ലാഗ് എന്ന് പറഞ്ഞൊരു കോളത്തിന്റെ അകത്ത് URL ഉണ്ട്. ഓരോ കൺട്രിക്കും ഇക്വലന്റ് ആയിട്ട് അവിടെ ഒരു URL മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്തിവിടെ ചൂസ് ചെയ്താൽ മതി? ആ ഒരു ഫ്ലാഗ് ഫ്ലാഗ്. കൺട്രി വിത്ത് ഫ്ലാഗ് URL ആ കോളം. ഫ്ലാഗ് എന്ന് പറഞ്ഞ ഫ്ലാഗ് കോളം കോളം. ചൂസ് ചെയ്താൽ മതി. ഈ കോളത്തിന്റെ ഡാറ്റ ടൈപ്പ് എന്താ? ടെക്സ്റ്റ്. ടെക്സ്റ്റ്. അപ്പോൾ അവിടെ ഒരു ഇംപ്ലിസിറ്റ് മെഷർ ക്രിയേറ്റ് ആവും. ഫസ്റ്റ് ഫ്ലാഗ്. ഇപ്പം ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് അവിടെ എന്ത് ഉണ്ടാവും? കറസ്പോണ്ടിങ് ഒരൊറ്റ URL ഉണ്ടാവും. അതവിടെ എന്താവും? റീഡ് ചെയ്യും. മെഷീൻ അതിനെന്താവും? ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തോളും. ഡാറ്റാ സെറ്റിൽ URL ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് വളരെ ഈസി പ്രോസസ് ആണത്. അവിടെ എന്ത് പാസ് ചെയ്യുക? ഓക്കെ. ഇപ്പൊ ഇവിടെ ഇമേജ് വരാത്തതുകൊണ്ട് എന്താണ്? ഇവിടെ ബ്ലാങ്ക് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ഇനി ഓരോ കണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇമേജ് വരുന്ന കാണാൻ പറ്റും. കണ്ടോ? എല്ലാവരും ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്തത് പ്രോപ്പർ ആയിട്ട്. ഓൺലൈനിൽ ക്ലിയർ ആണല്ലോ അവർക്കും. സാർ, ആ ഫസ്റ്റ് ബ്ലാങ്ക് വാല്യൂ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഫ്ലാഗ് വരുന്നുണ്ടോ? അത് അവിടെ ഉണ്ടാവും. ചിലപ്പോൾ അത് കൺട്രിയുടെ പേരില്ല. ചിലപ്പോൾ അതിന് ഇക്വലന്റ് ആയിട്ട് ഡാറ്റാ സെറ്റിൽ URL ഉണ്ടാവും. അതായത് കൺട്രിക്ക് ഇക്വലന്റ് ആയിട്ട് അവിടെ പേരില്ല, പക്ഷെ അതിന് ഇക്വലന്റ് ആയിട്ട് ഫ്ലാഗിൽ URL ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇത് വരുന്നത്. ഇപ്പൊ ഞാൻ ഇൻ കേസ് അൽബാനിയ സെലക്ട് ചെയ്തു. ഇൻ കേസ് അവിടെ ഇമേജ് വരുന്നില്ല, എന്തായിരിക്കും ഇഷ്യൂ? അതിന് കറസ്പോണ്ടിങ് URL പ്രോപ്പർ URL ആയിരിക്കില്ല. ഇപ്പൊ എന്ത് വരില്ല? ഇമേജ് വരില്ല. ക്ലിയർ ആയോ? യെസ്. പിന്നെ സിസ്റ്റം എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവണം? ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ URL ഇമേജ് ആക്കി മാറ്റാൻ പവർ ബൈക്ക് വേറെ മാന്ത്രിക വിദ്യ ഒന്നും ഇല്ല കേട്ടോ. എന്താണ് URL എങ്ങനെ ഇമേജ് ആയിട്ട് മാറുക? അത് ഇന്റർനെറ്റിൽ ലോഡ് ചെയ്യുമ്പോൾ കണക്ട് ആവുക. അപ്പൊ സിസ്റ്റം നെറ്റുമായിട്ട് കണക്ട് ചെയ്ത് വെക്കണം കേട്ടോ. കുറെ പേര് ഇഷ്യൂ പറയാറുണ്ട്, സാർ ഇമേജ് വരുന്നില്ല, ഇമേജ് വരുന്നില്ല. എന്താ? സിസ്റ്റം കണക്റ്റഡ് ആയിരിക്കില്ല. ഒരു തവണ നിങ്ങൾ അത് കണക്ട് ചെയ്ത് വെച്ചാലേ അതിന് കൺവേർഷൻ ചെയ്യാൻ പറ്റൂ.
ഡാറ്റാ സെറ്റിൽ URL ഉണ്ടെങ്കിൽ അത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. പ്രോസസ് നമ്മൾ മെഷറോ കാര്യങ്ങളോ ഒന്നും എഴുതി ഉണ്ടാക്കണ്ട. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് പോകാൻ പറ്റും. ഓൺലൈൻ പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്, പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം. ശരത്താണോ? സ്പെക്സ് ഇല്ല. ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞവരൊക്കെ ഓഫ്ലൈൻ ചെയ്ത് കഴിഞ്ഞോ? ഇനി ആർക്കെങ്കിലും ഇമേജ് വരുന്നില്ലെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. ഓൺലൈൻ ബാക്കിലേഴ്സിന് അനന്തു നിഖിൽ ചെയ്യുന്നുണ്ടോ? സാർ സിസ്റ്റം കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ്. ഓക്കെ. ഓഫ്ലൈൻ 3 പേര് ചെയ്ത് കഴിഞ്ഞോ? വരുന്നുണ്ട്, ഇമേജ് പ്രോപ്പർ ആയിട്ട് വരുന്നുണ്ടോ? ഓക്കെ. ഇനി ഒരു കോമൺ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലാവരുടെയും ഒരു ഡ്രീം കമ്പനി ഏതാ? ലൈഫിൽ ഒരിക്കലെങ്കിലും വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്റെ കരിയർ എനിക്ക് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നുന്ന കമ്പനി ഏതാ പറഞ്ഞു? ഒന്നുകിൽ എനിക്ക് ആ ഒരു കമ്പനിയിൽ നിന്ന് കരിയർ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ലൈഫിൽ ഒരിക്കലെങ്കിലും ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം. ഏതാ ഏതാ? ഗൂഗിളിൽ ഇങ്ങനെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതാണോ അല്ല എപ്പോഴെങ്കിലും വർക്ക് ചെയ്യണമെന്നാണോ? കരിയർ അവിടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കൂടെ? ട്രൈ ചെയ്ത് നോക്കാം. എവിടെയോ? ഏതാ? ഓക്കെ. എവിടെയോ? ഏയ് അതൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഞാനും നീയൊക്കെ ഒരുപോലെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ്, ഒന്നും ഒരു കുഴപ്പമില്ല. ഉം. ഇനിയും തുടങ്ങാലോ. ഞാനും നിന്നെ പോലെ തന്നെ വന്ന ആളാണ്, എനിക്കതറിയാം, കുഴപ്പമൊന്നുമില്ല. സെയിം പാത്തിലൂടെ നമ്മൾ രണ്ടാളും സഞ്ചരിച്ചത്. അവിടെ അതൊന്നും കുഴപ്പമില്ല. ഏതേതെങ്കിലും കമ്പനി ഉണ്ടോ മനസ്സിലായി? ഈ പോയി. ഓക്കെ. ഓൺലൈൻ ഓരോ ആൾക്കാരുടെ കമ്പനി ഏതാ? നിങ്ങൾ അങ്ങനെ ഡൗൺ ആവുമെന്ന് ചെയ്യരുത് കേട്ടോ. ഞാൻ ഈ ബാച്ചിലല്ലേ ഒരു 45 വയസ്സിലെ ഒരു സാറിന് വരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ 45 വയസ്സിലെ ആള് പഠിച്ച ബാച്ചില് എല്ലാവരും ഫ്രഷേഴ്സ് ആവും. ആലോചിച്ച് നോക്ക്, ആ ഒരാൾ അവിടെ ഡെയിലി ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുടെ വിൽ പവർ എന്താണെന്ന് അത് ആലോചിച്ചാൽ മതി. ഞാൻ പോലും ഒന്ന് എന്നെ ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണ് ആ വയസ്സിലെങ്കിൽ എനിക്കിങ്ങനെ വന്നിരിക്കാൻ പറ്റും, ഞാൻ വരും ഒന്ന് ആലോചിച്ച് നോക്കി. ആള് ഡെയിലി ക്ലാസ്സിൽ വരും. ആൾക്ക് ഫാമിലി ഉണ്ട്, 2 കുട്ടികളുണ്ട്, അതിൽ ഒന്ന് ചെറിയ കുട്ടിയാണ്. അതൊക്കെ ആള് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആള് ഡെയിലി ക്ലാസ്സിൽ വരും, നല്ല രീതിയിൽ വർക്കും ചെയ്യും. ആള് ജോലി കിട്ടിപ്പോയി. അതുപോലെ കാനഡയല്ല, കാനഡയിൽ നിന്ന് ഇപ്പോഴും ഒരാൾ ജോയിൻ ചെയ്യുന്നു ക്ലാസ്സിൽ. അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല.
അവിടുത്തെ ടൈമിങ് കാനഡ തന്നെയാണോ എനിക്ക് കറക്റ്റ് അറിയില്ല. ആ ഒരു ടൈപ്പ് ഓഫ് കൺട്രിയാണ്. ആൾക്ക് ഫാമിലി ഉണ്ട്, 2 ചെറിയ കുട്ടിയാണ് ആൾക്കുള്ളത്. ആള് ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്ന ടൈം എത്രയാണ് അവിടുത്തെ കൺട്രി പ്രകാരം? രാവിലെ 2 മണി. ഡെയിലി ആൾ ക്ലാസ് അറ്റൻഡ് ചെയ്യും, ഒരു ക്ലാസ് പോലും ആൾ മിസ് ചെയ്തിട്ടില്ല. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് ആൾക്ക് എന്ത് ചെയ്യണം? അവിടുത്തെ വർക്കിനും പോകണം, എന്നിട്ട് പൊലച്ചൊക്കെ എണീച്ചിട്ട് ക്ലാസ് അലാറം വെച്ച് എണീച്ചിട്ട് ക്ലാസ് കാണുകയും ചെയ്യും. എന്ത് കൊടുത്താലും ആൾ ചെയ്ത് സബ്മിറ്റ് ചെയ്യും. അതുപോലെ ആൾക്കാരെ ഞാൻ എടുത്തിട്ടുണ്ട്. അന്നാ എനിക്ക് പോലും തോന്നിയത് ഞാൻ ഇവരുടെ മുമ്പിൽ ഒന്നും അല്ലല്ലോ എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. ഉം. അവരെന്നെ പേഴ്സണലി വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, എന്നോട് അവരുടെ ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ചിട്ട്. അപ്പോഴെനിക്ക് മനസ്സിലായി ഞാനൊന്നും അല്ല ഇവരുടെ മുമ്പിൽ, ഞാനൊന്നും ചെയ്തിട്ട് പോലും ഇല്ല എന്നുള്ളൊരു ഇത് തോന്നൽ അന്നാണ് എനിക്ക് തോന്നി തുടങ്ങിയത്. ഉം. അവര് ചെയ്തിട്ടുണ്ട്, പഠിച്ച് ജോലി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു മാം ഉണ്ടായിരുന്നു, എനിക്ക് അവരൊരിക്കലും പേരെടുത്ത് പറയാൻ പോലും പറ്റില്ല. എന്നെ എന്താ പറയാ, എന്റെ ഒരു ആന്റിനെക്കാളും പ്രായം ഉണ്ടാവും, ഏകദേശം എന്റെ അമ്മേന്റെ കളിയും അടുത്ത് റേഞ്ച് ഉണ്ടാവും. 40-45 വയസ്സിലൊരു ആളുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-15 വർഷത്തോളം ടീച്ചിങ് എക്സ്പീരിയൻസ് മാത്രമേ ആക്കുള്ളൂ. ആളിന്ന് ഇൻഫോ പറഞ്ഞ ഒരു കമ്പനിയിൽ സീനിയർ ഡാറ്റാ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അത് ഫുള്ള് കരിയർ ഗ്യാപ്പ് നമുക്ക് ഇത്രയും കരിയർ ഗ്യാപ്പ് വെച്ചിട്ട് ക്ലാസ്സിൽ വന്ന് ഇരുന്ന് പഠിച്ച്, ആൾ ഓൺലൈനിലായിരുന്നു ചെയ്ത്, ഇങ്ങനെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഓൺലൈനിൽ ഇരുന്ന് പഠിച്ച് ആളിവിടെ ഇൻഫോ പാർക്കിൽ ഒരു കമ്പനിയിൽ സീനിയർ ഡാറ്റാ സയന്റിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തത് ഒക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏജ് എന്ന് വെച്ചിട്ട് ഇതുമായിട്ട് ഒരു രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം, ഞാൻ കൂടുതലും കണ്ടത് ഈ ഒരു 25+ ആൾക്കാരാണ് ഏറ്റവും പെട്ടെന്ന് പ്ലേസ് ആവുന്നത് ഞാൻ കണ്ടത്. മറ്റവർ പ്ലേസ് ആവുന്നില്ല എന്നല്ല, അവരെക്കാളും ഫാസ്റ്റർ ആയിട്ട് ഇതിനു വേണ്ടി എന്താണ് വർക്ക് ചെയ്ത് ജോലിക്ക് കയറുന്ന ആൾക്കാരെ ഞാൻ അവരെ കണ്ടത്. എനിക്കറിയാവുന്ന അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ആരൊക്കെയുണ്ടോ അവരെല്ലാവരും ഇന്ന് പ്ലേസിലാവും. എല്ലാവരും അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആരൊക്കെ ഉണ്ടോ എല്ലാവരും. ഒരു 1-2 പേര് മാത്രമേ ഇപ്പോഴും സ്റ്റിൽ അതിനു വേണ്ടി ഇങ്ങനെ ജോലിക്ക് വേണ്ടി അവർ വേറെ എന്തൊക്കെ റീസൺസ് കൊണ്ട് ഗ്യാപ്പ് എടുത്തിട്ട് ഇപ്പൊ സ്റ്റിൽ ട്രൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും പ്ലേസ്ഡ് ആവും. അതിലൊരാള് കോഴ്സ് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങളായിട്ട് എനിക്ക് പോലും സങ്കടമായി പോയിട്ടുണ്ട്. ആൾ പറഞ്ഞു ഞാൻ ഇത്രയും വലിയ എമൗണ്ട് കൊടുത്തിട്ട് ആ ടെക്സ്റ്റ് ബുക്ക് വാങ്ങി പഠിക്കട്ടെ, എന്നിട്ട് ഇന്റർവ്യൂവിന് പോട്ടെ എന്നൊക്കെ ആൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്തിനാ ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത്? യൂട്യൂബിൽ അവിടെയൊക്കെ കാര്യങ്ങളുണ്ട്, അത് നോക്കി പഠിക്കുക. എന്നിട്ട് ആൾ ജോലിക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഡൗട്ട് അടിക്കരുത് കേട്ടോ, ജോലി കിട്ടും. ഓക്കെ. ഓൺലൈൻ ഒരാൾക്കാരും ഡ്രീം കമ്പനി ഏതാ? അക്ഷയ്, ആൽവിൻ, അനന്തു, ഓസ്റ്റിൻ, രുക്മണി, സന്ദീപ്. സാർ ഒരു ഡ്രീം കമ്പനി എന്ന് പറയാൻ പറ്റില്ല, എപ്പോഴെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ട്. ഒരു സൂപ്പർ സെൽ എന്ന് പറയുന്ന കമ്പനി. ഏതാ? സൂപ്പർ സെൽ എന്ന് പറഞ്ഞിട്ട് ഗെയിമിന്റെ ഒരു കമ്പനിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ബാക്കിയുള്ളവർക്കോ? മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ആമസോൺ. മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ആമസോൺ. പിന്നെ ലൈക്ക് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഓൾറെഡി വലിയൊരു MNC-യിലാണ് വർക്ക് ചെയ്യുന്നത്. അതൊന്നും ആരും ഡ്രീം കമ്പനിയായിട്ട് ഉടനെ കിട്ടണ്ട. ബാക്കിയുള്ളവരുടെയോ? ബാക്കിയുള്ളവരുടെയോ? അക്ഷയ്, ഉം. ഏതാ കമ്പനി ഏതാ? ഡ്രീം കമ്പനി? മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ്. ആൽവിൻ? സാറേ EY. EY. ആനന്ദു? സന്ദീപ്? സാറേ മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ആമസോൺ. മൈക്രോസോഫ്റ്റ്. എനിക്ക് റയോട്ട് ഇങ്ങനത്തെ ഇതിലെങ്കിൽ ഏതാ? റയോട്ട് ഒരു ഗെയിമിംഗ് കമ്പനിയാ. ഓക്കെ, ഗെയിമിംഗ് കമ്പനീസ്. ഓക്കെ. ആർക്കും മറ്റേ സ്പോർട്സ് കമ്പനീസിലോട്ട് അങ്ങനത്തൊന്നും പോകേണ്ട താല്പര്യമൊന്നുമില്ല? ഇല്ലെങ്കിൽ എന്താ പറയാ, ഈ ഓട്ടോമൊബൈൽ വെഹിക്കിൾ മാനുഫാക്ചറിങ് കമ്പനി ലൈക്ക് BMW, ഫോക്സ്വാഗൺ, മെഴ്സിഡീസ്, ഡാമിലർ, അങ്ങനത്തെ ഒന്നും ആർക്കും താല്പര്യമില്ല? പുറത്തേക്ക് സ്കോപ്പ് കിട്ടാണെങ്കിൽ പുറത്തല്ല, ഇവിടെ ഇന്ത്യയിൽ തന്നെ ആ കമ്പനിയൊക്കെ ഉണ്ട്. അവർക്ക് പ്ലാന്റ് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. എത്രത്തോളം കമ്പനി ഉണ്ടെന്ന് അറിയോ? ഹീറോ, ഹോണ്ട, അതൊന്നും ആർക്കും താല്പര്യമില്ല? അല്ലെങ്കിൽ അവിടെ ഒന്നും നിങ്ങൾ സാറേ പഠിക്കുന്ന BMW കിട്ടിയ കൊള്ളാന്നുണ്ട്. ടെസ്ല. പുറത്ത് ലൈക്ക് ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ BMW ടെസ്ലയോ?
ആരും പറഞ്ഞല്ലോ ടെസ്ല. ഞാൻ ഒരു സാരം പറഞ്ഞ ടെസ്ല പറയുന്നത് ഞാൻ വിചാരിച്ചായിരുന്നു. ടെസ്ലയുണ്ട്. അല്ലെങ്കിൽ BYD, ഇത് കേട്ടിട്ടുണ്ടോ ഇതുപോലെ സാധനങ്ങള്? ഈ കാറ്റർപില്ലർ ഒക്കെ ഇല്ലേ? റോഡിൽ ഏറ്റവും കൂടുതൽ വരുന്ന ആ. ടീംസ് ഇവരൊക്കെ. കാറ്റർപില്ലർ ഒക്കെ ഇല്ലേ? മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ട്. കാറ്റർപില്ലർ, അത് കാറ്റ്, എനിക്കൊരു ഡ്രീം കമ്പനി ആയിരുന്നു അതൊക്കെ. ഇതുവരെ ആയിട്ടില്ല, എപ്പോഴും ഒരു ദിവസം കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉം. അതൊക്കെ അതിന്റെ ലോഗോ മാത്രം കണ്ടിട്ട് ഞാൻ ആഗ്രഹിച്ച കമ്പനി, വേറൊന്നുമല്ല. ആ ലോഗോ മാത്രം, ആ ലോഗോ ഇടുന്ന ഒരു ടീഷർട്ട് എപ്പോഴെങ്കിലും ഒരു കാലത്ത് ഇടണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, അത്രയും. അതിന് വേണ്ടിട്ട് മാത്രം ഒരു ദിവസം മതി, ഒരുപാടൊന്നും വേണമെന്നില്ല. പോകുന്നു, അത് കാണുന്നു. ഞാനും ഈ മൈക്രോസോഫ്റ്റിന്റെ ഒക്കെ ഇന്റീരിയർ വീട്ടിലൊക്കെ അതാ പറഞ്ഞു, അതുപോലെ ഇതിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. UST ആരും പറഞ്ഞല്ലോ, UST എൻ്റെ കമ്പനി ഉള്ളത് അറിയോ? അവരെ ട്രിവാൻഡ്രത്തിലെ ഓഫീസ് കണ്ടിട്ടുണ്ടോ? UST അടിപൊളിയാ, ഭയങ്കര വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ജസ്റ്റ് ഗൂഗിൾ എന്ത് ചെയ്യുക, UST ട്രിവാൻഡ്രം അവരെ ക്യാമ്പസ് ഒന്ന് അടിച്ചു നോക്ക്. അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ ആരും ഒന്ന് വർക്ക് ചെയ്യാൻ കൊതിച്ചു പോകും. നിങ്ങൾ അവിടെ സെലിബ്രേഷൻ ഒന്ന് കണ്ടോ? നിങ്ങൾ എന്തായാലും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അതിൻ്റെ അകത്തൊന്ന് കയറണമെന്ന് കൊതിച്ചു പോകും. എന്താ പറയുക, ലുലു മാളിനെക്കാളും വലുതാണ് നിൽക്കും അവരെ ആ ഒരു ക്യാമ്പസ്. അതുപോലത്തെ ക്യാമ്പസ് അതിൻ്റെ അകത്ത്, കൊച്ചിയിൽ. കൊച്ചിയിലെ ട്രിവാൻഡ്രത്ത്. അപ്പോൾ അതുപോലെ തന്നെയല്ല, ഓരോന്നും സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം വരും, എനിക്ക് ഇവിടെ പോകണം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എപ്പോഴും ഒരു തവണ കയറാൻ പറ്റണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അതിനൊക്കെ വേണ്ടിയിട്ട്. ജോലിയല്ല, അവരെ മേ ബി നിങ്ങൾ എന്ത് ചെയ്യാം, അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാം, അതിന് വേണ്ട പരിപാടികൾ ഒപ്പിച്ചു നോക്കാം, നല്ല രീതിയിൽ മാത്രം കേട്ടോ. അല്ല, അങ്ങനെയും കിട്ടും, അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഞാൻ മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എപ്പോഴും ഒരാൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആൾ ഇതുവരെ എനിക്ക് റിപ്ലൈ തന്നിട്ടില്ല. ഇപ്പൊ ആൾ എനിക്ക് റിപ്ലൈ തന്ന ആളെ നമ്പറും തന്നു. ഒരുപാട് നേരം ആൾക്ക് മെസ്സേജ് ഉണ്ട്, ആള് തന്നെ കണ്ടിട്ടുണ്ടാവും. ആള് വിചാരിച്ചു ഇവനും മടുക്കുന്നില്ല ദൈവമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ആള് ഇപ്പം എനിക്ക് റിപ്ലൈയും തന്നു, ആളുടെ ഫോൺ നമ്പർ എനിക്ക് കിട്ടി. പെട്ടെന്നൊരു ദിവസം അല്ല, ഒരുപാട് വർഷങ്ങളായി തുടങ്ങിയ പരിപാടിയായിരുന്നു ഞാൻ അതിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി മാത്രം ഞാൻ നിങ്ങളിൽ പോസ്റ്റ് ഇടുന്ന ആളാണ്, ആള് കാണാൻ വേണ്ടിയിട്ട് മാത്രം. കിട്ടി. ഞാൻ പിന്നെ എന്തായി, പതിയെ സ്ലോ ഡൗൺ ആയി. ഞാൻ അധികം പോസ്റ്റ് ഒന്നും ഇടാറില്ല, എനിക്ക് വേണ്ടത് കിട്ടിയല്ലോ. അങ്ങനെ ഓരോ ടാർഗറ്റ് വെച്ച് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴേ ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, വാച്ച് ചെയ്യുന്നുണ്ടാവും. അതിലൂടെ നമുക്ക് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളും കിട്ടും. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഈ ഒരു പ്രായത്തിൽ എനിക്ക് ഇതൊന്നും ഫീൽ ചെയ്യില്ല. കറക്റ്റ് അറിയണമെങ്കിൽ ഇയാളോട് ചോദിച്ചു നോക്കും, ആൾക്ക് നന്നായിട്ട് അറിയാം. എന്നുവെച്ചാൽ ഞാനോ ഇയാൾക്ക് ഓൾമോസ്റ്റ് ഒരേ പാത്തിലൂടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ്. ഞാൻ പണ്ട് 3 വർഷം മുമ്പ് ലുമിനാറിൽ വരുമ്പോൾ 26 വയസ്സ്, നിങ്ങൾ ആലോചിച്ചാൽ മതി. 2018 ബിടെക് കഴിഞ്ഞു. എന്തൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടോ എല്ലാം പൊട്ടി പാളീസായി ഫുൾ. ഞാൻ എൻ്റെ ഒരു ജോലി രാജിവെച്ച് ഇവിടെ വരുമ്പോൾ സമയത്ത് ആകെ കയ്യിലുണ്ടായിരുന്ന ഒരു ലാപ്ടോപ്പാണ്. അത് വരുന്ന വഴിക്ക് എന്ത് ചെയ്തു, അതും വീണ് പൊട്ടിപ്പോയി. അത് വീണ് അതിന്റെ മുകളിൽ ഒരു കാറ് കയറി. അതിന്റെ ഭയങ്കര എന്താ പറയുക, ഞാൻ അത് വെച്ച് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ലാപ്ടോപ്പ് ആയിരുന്നു. മീൻസ് എൻ്റെ എല്ലാ സ്വഭാവത്തിനും നന്നായിട്ട് അറിയാം. എൻ്റെ കൂടെ എല്ലാ രാത്രിയും എല്ലാ രീതിയിലും ഞാൻ ഏത് പ്രൊജക്ട് ചെയ്യുമ്പോഴും ഇതുവരെ തന്നെ ചതിക്കാത്തൊരു ലാപ്ടോപ്പാണ്. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു അതിന്. ഇപ്പോൾ ആ പൊട്ടിയ പീസ് എൻ്റെ റൂമിലുണ്ട്, ഞാനത് കളഞ്ഞിട്ടില്ല. പൊടി പിടിച്ചിട്ടല്ല അവിടെ കിടക്കുന്നുണ്ട്, ഞാൻ കളയൂല. ഒരു കാറ് കയറിയത് പൊട്ടിപ്പോയി. അന്ന് ഞാൻ വിചാരിച്ചു വേണ്ടതൊക്കെ വിട്ടിട്ട് തിരിച്ചു പോവാം, നാട്ടിലേക്ക് പോവാം. ഇനി ഇത്രയൊക്കെ ആയില്ലേ, ഇനി വരുന്ന ദിവസം കാണാന്ന് വെച്ചാൽ അന്ന് ഇറങ്ങിയ ഒരു ഇതായിരുന്നു. രാത്രി 2 മണിക്കായിരുന്നു സംഭവം. തൃശ്ശൂർ വരുന്ന ഈ റൂട്ടിൽ നിന്നായിരുന്നു സംഭവിച്ചത്. ഒരു ഗട്ടറിൽ വീണതായിരുന്നു വണ്ടി, ലാപ്ടോപ്പ് നേരെ തെറിച്ചു, പുറകിൽ വരുന്ന കാർ അതിന്റെ മുകളിൽ കയറി. ഇവിടെ എന്റെ പുതിയ ഫോണോ ബാഗിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്താ പറയുക, ഫോൺ പൊട്ടിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് അതാ നോക്കിയത്. അതിന്റെ 2 ദിവസം മുമ്പ് ഞാൻ ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിയ ഒരു ഫോൺ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് വെച്ചതാണ്. ഫസ്റ്റ് നോക്കിയ ഫോൺ പോലൊന്നും പറ്റിയില്ല. പക്ഷെ ലാപ്ടോപ്പ് ഫുൾ പൊട്ടിപ്പൊളിഞ്ഞൊന്നുമില്ല. ആകെ ഹാർഡ് ഡിസ്ക് മാത്രം ഒന്നും പറ്റാതില്ലാത്തതുകൊണ്ട് ഹാർഡ് ഡിസ്ക് പെട്ടെന്ന് ഊരിച്ച് കയ്യിലെടുത്ത് വെച്ചു. അങ്ങനെ വെച്ചിട്ട് ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത്. അന്ന് ആ രാത്രി ഞാൻ തിരിച്ചു പോയില്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നുണ്ടാവില്ല. ഞാൻ വേറെ എന്തെങ്കിലും ഒരു ജോലി എടുത്തിട്ട് വേറെ എന്തെങ്കിലും രീതിയിൽ ലൈഫ് ഹെൽപ്പ് മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും. ഞാൻ ഇപ്പോഴും എപ്പോഴും ആ ഒരു ദിവസം ആ ഒരു രാത്രി ഇപ്പൊ എന്റെ മനസ്സിലിങ്ങനെ എപ്പോഴും ഉണ്ടാവും. ആ ഒരു റോഡിലൂടെ ഇപ്പോഴും പോകുമ്പോൾ ഞാൻ ആലോചിക്കും, ഈ ഒരു ഗട്ടറായിരുന്നു എന്റെ ജീവിതം മാറ്റിമറിച്ച്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പഠിക്കുകയും ചെയ്യില്ല, വന്നിട്ട് ഒന്നും ചെയ്യില്ല. ഫസ്റ്റ് ഞാൻ ക്ലാസ്സിന് വരുന്ന സമയത്ത് എന്റെ കയ്യിൽ ലാപ്ടോപ്പ് ഇല്ല. ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ട് ഇങ്ങോട്ട് വന്നത്. സാർ എന്നോട് പറഞ്ഞു അവിടെ ലാപ്ടോപ്പ് ഉണ്ട്, അതെടുത്തിട്ട് പഠിച്ചോ. അങ്ങനെ പഠിച്ചു. പിന്നെ എനിക്ക് ആ ലാപ്ടോപ്പിന് അധികം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്തു, ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഒരു പുതിയ ലാപ്ടോപ്പ് അങ്ങ് വാങ്ങി. പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ച് എന്തൊക്കെ ചെയ്ത് വാങ്ങി. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ജേണിയായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സ്ട്രഗിൾ മീൻസ്
അതിന്റെ അങ്ങ് പീക്ക് ലെവൽ ചെയ്തിട്ടുണ്ട്. അത് ഫിനാൻഷ്യലി മാത്രമല്ല സ്ട്രഗിൾ ചെയ്യാന്ന് പറയാം, മെന്റലി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഫിനാൻഷ്യലി ഉണ്ടെങ്കിലും മെന്റലി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആ ഒരു സ്റ്റേജിലോട്ട് പോവാതിരിക്കാൻ ഇപ്പോഴും എന്ത് ചെയ്യുക, ആ ഒരു ഡ്രീം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് പരമാവധി പ്രാക്ടീസ് ചെയ്യുക. കയ്യിൽ ഒരുപാട് പരിമിതികളും കാര്യങ്ങളും ഉണ്ടാവും, അതൊക്കെ എന്ത് ചെയ്യുക, ഇല്ലത് അതുപോലെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ ക്ലാസ് ഒരുപാട് പേര് എനിക്ക് കാണാറുണ്ട്. ഞാൻ വന്ന അതേ പാത്തിലൂടെ വന്നിട്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്നതും ഇനി അല്ലാതെ വന്നിട്ട് ഞാൻ സഞ്ചരിച്ച പാത്തിലേക്ക് പോകാൻ പോകുന്ന ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റാറുണ്ട്. രണ്ടും കാണാറുണ്ട്. അവരോട് പറഞ്ഞു കൊടുത്താൽ അവരെന്ത് ചെയ്യും, അയ്യോ എനിക്കിതൊന്നും വേണ്ട, ഞാൻ അതിലൂടെ സഞ്ചരിച്ചിട്ട് എന്ത് ചെയ്യാം, പഠിച്ചിട്ട് വരാന്ന് അവരിങ്ങനെ പറയും. ആടുജീവിതത്തിലെ പൃഥ്വിരാജിന്റെ ജീവിതം കണ്ടിട്ടില്ലേ, സിനിമ കണ്ടിട്ടുണ്ടോ? അതിന്റെ ഒരു ചെറിയൊരു ലൈഫ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എവിടുന്നാന്ന് ഞാൻ പറയും, ചെറിയൊരു പാട്ട്, അത്രയൊന്നുമല്ല കേട്ടോ, അത്ര ഭീകരമൊന്നുമല്ല, ചെറിയൊരു ലൈഫ്, ചെറിയത്, ഒരാഴ്ച മാത്രം. അന്ന് എനിക്ക് പല സാധനങ്ങളിൽ വരെ എന്നാ മനസ്സിലായത് ജീവിതത്തിന്റെ. പെട്ട് കടന്ന് ഭക്ഷണമില്ല, ഒന്നുമില്ല, രാത്രി പേടിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരാൾ ട്രാപ്പിലാക്കിയതാവും. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ജോലിക്ക് വേണമെങ്കിൽ വന്നോ, ജോലി തരാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിട്ട് പെട്ടുപോയതാ. അവിടെ ലാസ്റ്റ് ബാഗ് കൊടുത്ത് ഞാൻ ഓടുക ചെയ്ത്. അതാ പറഞ്ഞു, അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത്, അതുപോലത്തെ സാധനങ്ങളൊന്നും പോയിട്ട് ഒരു ജീവിതകാലത്തിൽ ഒരിക്കലും വീണ് പോകരുത്. ഇപ്പൊ ഒരു ഡ്രീം വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ മന്ത് അല്ലെങ്കിൽ വിത്തിൻ എ ഇയർ എന്ത് ചെയ്യാൻ പറ്റും, ആ ജേർണി അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ കാര്യം മൊത്തം കയ്യിൽ നിന്ന് പോവും, ബുദ്ധിമുട്ടാവാത്ത. ഓക്കെ, ഓസിനൊക്കെ നന്നായിട്ട് അറിയായിരിക്കും. ഓസിൻ ഞാനൊക്കെ ഒരേ ടീംസാണ്, ഇയാളായിരുന്നു. ഓക്കെ, പ്രത്യേകിച്ച് മെക്കാനിക്കലാണ് പഠിച്ചത്, ഒരേ രീതിയിൽ വരുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ലിങ്ക്ഡിനൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ചെയ്ത് മുമ്പോട്ട് പോവാട്ടോ. ഓക്കെ, അപ്പൊ ഇതുവരെ എടുത്ത കൺസെപ്റ്റും കാര്യങ്ങളും ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡാക്സിന്റെ ഫങ്ഷൻസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ എടുക്കാനുള്ളത്, നമ്മൾ ഇതുവരെ ഡാക്സിന്റെ പരിപാടിക്ക് എങ്ങനെ ചെയ്തിരിക്കുന്നത്, എല്ലാം നമ്മൾ തന്നെ ലോജിക്കും കാര്യങ്ങളും കണ്ടുപിടിച്ച് ഫങ്ഷൻസ് ഒക്കെ എഴുതി ഉണ്ടാക്കുവാനും ചെയ്തത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. പവർ ബി ഇതിനെല്ലാം ഉണ്ടാക്കി തരുന്ന ഒരു സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. എല്ലാം ഒന്നും പോസിബിൾ അല്ല, വളരെ കുറച്ച് കാര്യങ്ങൾ പവർ ബി വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു തരും. ഒരു ടേബിൾ വിഷൽ ക്രിയേറ്റ് ചെയ്തു. ഈ ടേബിൾ വിഷലിലോട്ട് ഞാൻ എന്ത് ചെയ്തു, ലൊക്കേഷൻ ഡാറ്റയിൽ കൗണ്ട് അടിച്ചിട്ട്. ഓക്കെ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അതിലോട്ട് ടോട്ടൽ സെയിൽസ് ആഡ് ചെയ്തു. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, റാങ്ക് കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ടല്ലേ. ഞാൻ റാങ്കിന് പകരം ഇവിടെ ചെയ്യാൻ പോകുന്നത് സ്റ്റാർ റേറ്റിംഗ് പ്രിന്റ് ചെയ്യാൻ പോവാണ്. സ്റ്റാർ റേറ്റിംഗ് എന്തായിരിക്കും സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടല്ലോ, റിവ്യൂസ് ഒക്കെ കാണാറില്ലേ, എങ്ങനെയായിരിക്കും, ഔട്ട് ഓഫ് 5 ഒരു 3 ഫിൽഡ് സ്റ്റാർ ഉണ്ടാവും, 2 അൺഫിൽഡ് സ്റ്റാറിനുള്ള കൺസെപ്റ്റ് അതങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ ഞാനിവിടെ ഓരോ കൗണ്ടിക്കും അവരുടെ റവന്യൂവിനെ ബേസ് ചെയ്തിട്ട് സ്റ്റാർസിനെ പ്രിന്റ് ചെയ്യാൻ പോവാണ്. അത് ഒരു റേഞ്ചിനൊക്കെ ആണെങ്കിൽ ഇത്ര സ്റ്റാർ അല്ലെങ്കിൽ ഇത്ര സ്റ്റാർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഔട്ട് ഓഫ് 10 ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു കൗണ്ടിക്ക് 2 ഫിൽഡ് ഉണ്ടാവും, 8 അൺഫിൽഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഫങ്ഷൻസോ ഒന്നും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നില്ല. ജസ്റ്റ് ഞാൻ പവർ ബിയോട് പറയും എനിക്ക് സ്റ്റാർ റേറ്റിംഗ് വേണം, എന്തിന്റെ ബേസിസിൽ, റവന്യൂ, അതായത് ടോട്ടൽ സെയിൽസിന്റെ ബേസിസിൽ ഈ ഒരു റേഞ്ചിനനുസരിച്ചിട്ട് എനിക്ക് സ്റ്റാർ റേറ്റിംഗ് വേണമെന്ന് പറയും. ബാക്കി മൊത്തം എഴുതി ഉണ്ടാക്കാൻ പോകുന്നതായിരിക്കും പവർ ബി ആയിരിക്കും. അതിന് നേരെ നമ്മുടെ ഏത് ടേബിളിലാണോ ആ മെഷർ സ്റ്റോർ ചെയ്യേണ്ടത് ആ ടേബിൾ സെലക്ട് ചെയ്യുക. അപ്പൊ അവിടെ ഏത് ഗ്രൂപ്പ് വരാറുണ്ട്, കാൽക്കുലേഷൻ ഗ്രൂപ്പ്. ഓക്കെ, കാൽക്കുലേഷൻ ഗ്രൂപ്പിൽ വന്നാൽ നമ്മൾ ന്യൂ മെഷർ യൂസ് ചെയ്തു, ന്യൂ കോളം യൂസ് ചെയ്തു, ന്യൂ ടേബിൾ യൂസ് ചെയ്തു. ഇനി യൂസ് ചെയ്യാത്തത് ആരാ ഉള്ളത്, ക്യൂബ് മെഷർ. അതിന്റെ പേര് എന്താണ്, ക്യൂബ് മെഷർ. ഞാൻ പെട്ടെന്ന് മെഷർ ക്രിയേറ്റ് ചെയ്യാം. താഴെ എഴുതിയിട്ടുണ്ട്, ചൂസ് ഫ്രം എ ലിസ്റ്റ് ഓഫ് കോമൺ കാൽക്കുലേഷൻ ആൻഡ് ആഡ് ദ റിസൾട്ട്സ് ടു ദ സെലക്ടഡ് ടേബിൾ. അതായത് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ ഇത് വെച്ചിട്ട് ബാക്കിയൊന്നും പഠിക്കാനൊന്നും പോകരുത് കേട്ടോ. വളരെ കുറച്ച് കോമൺ കാൽക്കുലേഷൻസ് അവിടെ ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളതിന് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക, എന്നിട്ട് അത് നമ്മുടെ വിഷനിലോട്ട് ഡയറക്റ്റ് ആഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഞാൻ അവിടെ എന്ത് ചെയ്തു, ക്യൂബ് മെഷർ സെലക്ട് ചെയ്തു. ഇവിടെ ഒരു പുതിയ ടാബ് വന്നിട്ട് കാണാൻ പറ്റും, ക്യൂബ് മെഷർ. ഇവിടെ കാണാം സെലക്ട് എ കാൽക്കുലേഷൻ ടു ക്രിയേറ്റ് മെഷർ. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ
ഒരുപാട് മെഷേഴ്സ് കാണിച്ചു തരും. ഇപ്പൊ നമ്മൾ ചെയ്ത കുറെ കൺസെപ്റ്റ് അതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. റണ്ണിങ് ടോട്ടൽ, ക്യൂമുലേറ്റീവ് ടോട്ടലൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടാക്കിയതൊന്നുമുണ്ടോ? ഓളിന്റെ കൺസെപ്റ്റും മാത്സ് ഒക്കെ വെച്ചിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, താഴെ ഒരു എന്ത് കാണാൻ പറ്റും? സ്റ്റാർ റേറ്റിംഗ്. ജസ്റ്റ് സ്റ്റാർ റേറ്റിംഗ് സെലക്ട് ചെയ്തു. അപ്പൊ മുകളിൽ കാണാം കൺവേർട്ട് എ ന്യൂമറിക് വാല്യൂ ഇൻ ടു വേരിയബിൾ സ്റ്റാർ റേറ്റിംഗ്. ഒറിജിനലി സജസ്റ്റഡ് ബൈ ഈ ഒരു ആളുടെ പേര് ത്രൂ ക്വിക്ക് മെഷേഴ്സ് ഗാലറി. ഇവിടെ ലേൺ മോർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മൈക്രോസോഫ്റ്റിന്റെ പേജിലുണ്ടാവും. വേണമെങ്കിൽ അത് ഫോക്കസ് ചെയ്യാം. തൽക്കാലം അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പൊ ഇവിടെ ചോദിക്കുന്ന ഫസ്റ്റ് വൺ എന്താണ്? ബേസ് വാല്യൂ. ദ വാല്യൂ യു വാണ്ട് ടു കൺവേർട്ട് ഇൻ ടു സ്റ്റാർ റേറ്റിംഗ്. നമുക്ക് എന്തിന്റെ ബേസിലാണ് ചെയ്യേണ്ടത്? ടോട്ടൽ സെയിൽസ്. അപ്പൊ ടോട്ടൽ സെയിൽസിന്റെ റിലേറ്റ് ചെയ്യുന്ന ഡാക്സിന്റെ എക്സ്പ്രഷൻ ഇതിലോട്ട് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഇനി അടുത്ത ചോദിക്കുന്നത് ടോട്ടൽ എത്ര സ്റ്റാർസിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്? എത്ര നമ്മൾ ചെയ്തത്? 5 അല്ല 10. അടുത്ത ചോദിക്കുന്നത് ആ റേഞ്ച്, വാല്യൂ ഫോർ ലോവസ്റ്റ് സ്റ്റാർ റേറ്റിംഗ്, വാല്യൂ ഫോർ ഹയസ്റ്റ് സ്റ്റാർ റേറ്റിംഗ്. ജസ്റ്റ് എന്ത് ചെയ്യാം? ഒരു വാല്യൂ കൊടുത്തിട്ട് ചെയ്ത് നോക്കാം എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അറൌണ്ട് 56 സംതിങ് ഒക്കെ വാല്യൂ വരുന്നുണ്ടല്ലേ. ഇപ്പൊ എന്ത് ചെയ്തു? ഞാൻ മിനിമം ഒരു 1 lakh കൊടുത്തു. മാക്സിമം അത് ഹയസ്റ്റിനെ ഒരു 20 lakhും പാസ്. ജസ്റ്റ് അവർ റേഞ്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അതിനുശേഷം ഈ ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ എന്ത് ചെയ്യും? എക്സ്പ്രഷൻ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഹലോ, മൊത്തം എക്സ്പ്രഷൻ അവിടെ ജനറേറ്റ് ചെയ്ത്. അതിന്റെ പേരെന്താണ്? ടോട്ടൽ സെയിൽസ് സ്റ്റാർ റേറ്റിംഗ്. മീൻസ് ഞാനിവിടെ ആഡ് ചെയ്ത് ആ എക്സ്പ്രഷന്റെ പേരെടുത്തു, ടോട്ടൽ സെയിൽസ്. അതിന്റെ കൂടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കാൽക്കുലേഷനും. അങ്ങനെയാണ് അതിന്റെ പേര്. അതിവിടെ ഈ ടേബിളിന്റെ അകത്ത് സ്റ്റോർ ആയിട്ടുണ്ടാവും കേട്ടോ. അത് നേരെ എടുത്തിട്ട് എവിടെ ഇട്ടാൽ മതി? ഈ വിഷ്വലിന്റെ അകത്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റാർ റേറ്റിംഗ് വന്നുകൊണ്ടോ. ഇത്രയേ ഉള്ളൂ. ഞാൻ അവിടെ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടില്ല, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ആകെ ഒരു ടോട്ടൽ സെയിൽസ് കണ്ടെടുക്കുന്ന ഡാക്സിന്റെ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്തെന്നല്ലാതെ ബാക്കി ഒരു കാര്യം ഞാൻ ഇവിടെ ചെയ്തില്ല കേട്ടോ. മൊത്തം അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയേ. സ്റ്റാർ റേറ്റിംഗ് ഓൺലൈൻ ക്ലിയർ ആണ് എല്ലാവർക്കും? യെസ് സർ, ക്ലിയർ ആണ്. ഒന്ന് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത്. ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ.
ചെയ്തു കഴിഞ്ഞില്ല എല്ലാവരും? ഓക്കെ. ഇനി ആ എക്സ്പ്രഷൻ എങ്ങനെയാ വർക്ക് ചെയ്യുന്നുള്ള ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ? ഈ ഒരു എൻ്റയർ എക്സ്പ്രഷൻ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾ പഠിച്ച ഫംഗ്ഷൻ തന്നെയാണ്. ഇത് ഏത് കൺസെപ്റ്റിൽ എഴുതിയിട്ടുണ്ടാക്കിയിരിക്കുന്നത്? വേരിയബിളിന്റെ കൺസെപ്റ്റ് അല്ലേ? എത്ര വേരിയബിൾ വേരിയബിൾസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്? അല്ല 2 ഒന്നല്ല, Five. 1 2 3 4 5 6 6 6 വേരിയബിൾസും. എന്നിട്ട് 6 വേരിയബിൾസിന്റെ ഹെൽപ്പോട് കൂടെ എന്ത് ഉണ്ടാക്കി? ഒരു എക്സ്പ്രഷൻ അവർ റിട്ടേണും ചെയ്യിച്ചുകൊണ്ടോ. ഓക്കെ. ഇതിൽ ഫസ്റ്റ് വേരിയബിളിന്റെ പേരെന്താ? ഇവിടെ കണ്ടോ അവർ അണ്ടർസ്കോർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതുണ്ടോ? എന്തിനായിരിക്കും അത് യൂസ് ചെയ്യുന്നത്? പെട്ടെന്ന് ആ വേരിയബിളിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് കേട്ടോ ടെക്നിക്ക്. അപ്പോ ഫസ്റ്റ് വേരിയബിളിന്റെ പേര് മാക്സിമം നമ്പർ ഓഫ് സ്റ്റാർസ് എത്രയാണ്? 10. സെക്കൻഡ് മിനിമം റേറ്റഡ് വാല്യൂ 1 lakh, മാക്സിമം റേറ്റഡ് വാല്യൂ 20 lakh. പിന്നെ വരുന്ന ബേസ് വാല്യൂ അത് ഏതാണ്? നമ്മുടെ ടോട്ടൽ സെയിൽസ് എന്ന ടാക്സിന്റെ എക്സ്പ്രഷൻ. പിന്നെ വരുന്നിടത്താണ് ആക്ച്വൽ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. നോർമലൈസ്ഡ് ബേസ് വാല്യൂ, മിന്ന് മാക്സ് ഡിവൈഡ്. നമ്മൾ മിൻ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടല്ലേ? നമ്മൾ മിൻ ഫംഗ്ഷൻ എങ്ങനെയാ പഠിച്ചിരിക്കുന്നത്? ഒരു കോളത്തിലെ മിനിമം വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ, അതിനാണ് മിന്നും മാക്സ് യൂസ് ചെയ്തത്. പക്ഷെ ഇവിടെ വർക്ക് ചെയ്യുന്ന കൺസെപ്റ്റ് അതല്ല. ഫസ്റ്റ് ആ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ടേബിൾ സെലക്ട് ചെയ്തു, അതിലോട്ട് ലൊക്കേഷൻ ഡാറ്റയിൽ കൗണ്ട് ആഡ് ചെയ്തു. സെയിം ടോട്ടൽ സെയിൽസ് അതിലോട്ട് ആഡ് ചെയ്തു, ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ ആഡ് ചെയ്തു. ഇനി ഇവിടെ ഞാനൊരു സ്ലൈസർ ഡെവലപ്പ് ചെയ്തു. ആ സ്ലൈസറിലോട്ട് ഡേറ്റ് ടേബിളില് ഡേറ്റ് ഹയറാർക്കിയിലെ ഇയറും മന്തും ആഡ് ചെയ്തു. ഓക്കെ. ഇനി ഞാൻ 2018 ജാനുവരി സെലക്ട് ചെയ്തു. ഇപ്പൊ ഈ ടോട്ടൽ സെയിൽസ് എന്തായിരിക്കും? 2018ഉം ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ 2017 ജാനുവരി ആയി. ഇപ്പൊ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൽ ഏത് എക്സ്പ്രഷനാണ് ഏറ്റവും മിനിമം വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. അത് ചെയ്യാൻ നമുക്ക് ആരെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും? മിൻ ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് രണ്ട് ഡാക്സിന്റെ എക്സ്പ്രഷൻ വെച്ചിട്ട് ഏത് എക്സ്പ്രഷനാണ് ഈ ഒരു സിറ്റുവേഷനിൽ മിനിമം വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്, അതിന് ഏത് ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യാം? മിൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ആ ഒരു സമയത്താണ് നമ്മൾ ആര് യൂസ് ചെയ്യുക? സ്കേലാർ വാല്യൂ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യുക. ഓർമ്മയുണ്ടോ? സ്കേലാർ 1 സ്കേലാർ 2 എന്ന് പറഞ്ഞ മിന്നിന്റെ അകത്ത് ആർഗ്യുമെന്റ്സ് ഉണ്ട്. മെഷർ സെലക്ട് ചെയ്തു, മെഷറിന്റെ പേര് ഞാൻ മിനിമം സെയിൽസ് കമ്പാരിസൺ പാസ് ചെയ്തു, ഈക്വൽ ടു മിൻ ഫംഗ്ഷൻ കോൾ ചെയ്തു. മിൻ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അത് പറയുന്നുണ്ട് റിട്ടേൺ ദ സ്മോളസ്റ്റ് ന്യൂമറിക്കൽ വാല്യൂ ഓർ സ്മോളസ്റ്റ് സ്ട്രിങ് ഇൻ എ കോളം. നമ്മൾ ഇതുവരെ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അടുത്ത കൺസെപ്റ്റ് എന്താ? സ്മോളർ വാല്യൂ ബിറ്റ്വീൻ ടു സ്കേലാർ എക്സ്പ്രഷൻ, ഇഗ്നോർ ലോജിക്കൽ വാല്യൂസ്. ഈ സ്കേലാർ എക്സ്പ്രഷൻ മീൻസ് ന്യൂമറിക്കൽ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് കോൾ ചെയ്യുക? സ്കേലാർ എക്സ്പ്രഷൻ. ഇനി ഔട്ട്പുട്ട് യെസ് ഓർ നോ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ഒക്കെ വരുന്നതിനാണ് എന്ത് കോൾ ചെയ്യുക? ലോജിക്കൽ വാല്യൂസ്. അതൊന്ന് മിനിമം മാക്സിമം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഇഗ്നോർ ലോജിക്കൽ വാല്യൂസ്. ടോട്ടൽ സെയിൽസും ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ എന്താ റിട്ടേൺ ചെയ്യുന്നത്? പ്യുവർലി ന്യൂമറിക്കൽ വാല്യൂസ്. അപ്പൊ അതിന്റെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. ഇവിടെ ആരെ യൂസ് ചെയ്യാൻ പോകുന്നത്? സ്കേലാർ 1ഉം സ്കേലാർ 2ഉം. സ്കേലാർ 1 കൊടുക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അടുത്ത ആര് പോകണം? സ്കേലാർ 2 പോകണം. അതാണ് അവിടെ കൺസെപ്റ്റ്. കോളം നെയിമാണ് കൊടുക്കുന്നെങ്കിൽ അത് മാത്രം മതി. നമ്മുടെ ഫസ്റ്റ് സ്കേലാർ വാല്യൂ ഏതാ? ടോട്ടൽ സെയിൽസ് എന്ന ഡാക്സിന്റെ എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ. അതായത് ഈ ഒരു എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഓരോ കണ്ടീഷനിലും ഓരോ വാല്യൂ ആയിരിക്കും. ആ വാല്യൂ അടുത്ത ആരുമായിട്ട് കമ്പയർ ചെയ്യണം? അടുത്തൊരു ഡാക്സിന്റെ എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാം. എക്സ്പ്രഷൻ തമ്മിലുള്ള കമ്പയർ ചെയ്യുന്നത് എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്ന ആ ന്യൂമറിക് വാല്യൂ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. പക്ഷെ ആ മെഷർ നേരെ എടുത്തിട്ട് വിഷ്വലോട്ട് ആഡ് ചെയ്തുകൊണ്ടോ. ഫസ്റ്റ് റോയിൽ വരുമ്പോൾ ആരാണ് ഏറ്റവും മിനിമം വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്? ടോട്ടൽ സെയിൽസ് ആണ് മിനിമം. സെക്കൻഡ് റോയിൽ എത്തുമ്പോഴോ ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ ഉണ്ടോ. അപ്പോൾ ഈ രീതിയിൽ യൂസ് ചെയ്യാൻ നമുക്ക് ആരെയും എടുക്കാം? മിന്നും മാക്സ് യൂസ് ചെയ്യാം. ഇനി ഇത് മാറ്റിയിട്ട് എന്താക്കിയാൽ മാക്സ് ആക്കിയാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ആവും. ഉണ്ടോ? ഇനി ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം?
ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, 1ഉം 0യും കൊടുക്കാം. ഇപ്പൊ എന്ത് റിട്ടേൺ ചെയ്യും, 1 റിട്ടേൺ ചെയ്യും. അങ്ങനെ നമുക്ക് ആര് യൂസ് ചെയ്യാം, മിന്നിനെയും മാക്സിനെയും അവിടെ യൂസ് ചെയ്യാം. അപ്പൊ ഇതേ കൺസെപ്റ്റ് ആണ് ഇവിടെയും വർക്കായിരിക്കുന്നത്. ഇതിന്റെ അകത്തും വർക്കായിരിക്കുന്നത് കണ്ടോ. ഫസ്റ്റ് ഏത് ഫംഗ്ഷൻ വന്നു, മിൻ ഫംഗ്ഷൻ. മിന്നിന്റെ അകത്തുള്ള ഫസ്റ്റ് ആർഗ്യുമെന്റ് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ആര് പോയി, മാക്സ്. മാക്സിന്റെ അകത്തുള്ള ഫസ്റ്റ് ആർഗ്യുമെന്റ് നോക്കുമ്പോൾ അവിടെ ആര് പോയി, ഡിവൈഡ് പോയി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വർക്ക് ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ ഏതായിരിക്കും, മാക്സ് ആയിരിക്കും. പക്ഷെ Divide. മാക്സിന് വർക്ക് ചെയ്യാൻ എന്ത് വേണം, ഡിവൈഡ് വർക്ക് ചെയ്ത് ഫസ്റ്റ് ഒരു ഔട്ട്പുട്ട് കൊടുക്കണം. അത് ആരുമായിട്ട് കമ്പയർ ചെയ്യും, 0 ആയിട്ട് കമ്പയർ ചെയ്യും. ആ കമ്പാരിസന് ശേഷം മാക്സ് ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യുന്നോ അതായിരിക്കും മിന്നിന്റെ അകത്തുള്ള ഫസ്റ്റ് ആർഗ്യുമെന്റ്. ആ ആർഗ്യുമെന്റ് ആരുമായിട്ട് കമ്പയർ ചെയ്യും, 1ഉമായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് മാത്രമേ ഇതിന്റെ അകത്തൊരു വാല്യൂ സ്റ്റോർ ചെയ്യൂ. ക്ലിയർ ആയോ? എന്നിട്ട് എന്ത് ചെയ്യും, അടുത്ത വേരിയബിളിലോട്ട് വരും, സ്റ്റാർ റേറ്റിംഗ്. എന്താ പറഞ്ഞിരിക്കുന്നത്, റൗണ്ട് ഫംഗ്ഷൻ, നോർമലൈസ്ഡ് ബേസ് വാല്യൂ ഇൻറ്റു മാക്സിമം നമ്പർ ഓഫ് സ്റ്റാർസ്. ഇതിന്റെ അകത്ത് ഏത് വാല്യൂ ആണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത് അത് ഇൻറ്റു 10. ഇൻ കേസ് അതൊരു ഡെസിമൽ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഡെസിമലിനെ റിമൂവ് ചെയ്ത് കളയണം. അതിനാണ് ഇവിടെ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്, 0. 1 കൊടുത്താൽ എന്ത് ചെയ്യും, ഒരു ഡെസിമൽ കീപ്പ് ചെയ്യും. 2 കൊടുത്താലോ 2 ഡെസിമൽ കീപ്പ് ചെയ്യും. 0 കൊടുത്താലോ ഡെസിമൽ പാർട്ടിന് മുഴുവനായിട്ടും റിമൂവ് ചെയ്യും. ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 6.4 വന്നു, എന്തായിരിക്കും റിട്ടേൺ തരുക, 6 ആയിരിക്കും റിട്ടേൺ തരുക. 6.49 വന്നു, എന്താ റിട്ടേൺ തരുക, 6 തന്നെ റിട്ടേൺ ചെയ്യുക. ഇനി 6.5 വന്നു, എന്താ റിട്ടേൺ ചെയ്യുക, 7 ആണ് റിട്ടേൺ ചെയ്യുക. ഡെസിമൽ പാർട്ടിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇൻറ്റീജർ ആയിട്ട് മാറും. പൈത്തണിലൊക്കെ പഠിച്ച അതേ കൺസെപ്റ്റ് ആണ് ഇവിടെയും വരിക. അപ്പൊ ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ആര്, റൗണ്ട്. ഇവിടെ ഇത്രയും വർക്ക് ചെയ്താൽ മാത്രമേ പിന്നെ ഇതിലോട്ട് വരൂ, റിട്ടേണിലോട്ട് വരൂ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈഫ്. ഫസ്റ്റ് കാണാം, ഈസ് ബ്ലാങ്ക് ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാം എന്താണ്, അതിനകത്ത് ബ്ലാങ്ക് ഉണ്ടോ, Blank അല്ല. ബ്ലാങ്ക് ഉണ്ടെങ്കിൽ ട്രൂന്ന് റിട്ടേൺ ചെയ്യും, ബ്ലാങ്ക് ഇല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. അതിനെ നേരെ ഓപ്പോസിറ്റ് ലെവലിൽ അടിക്കാനാണ് അതിന്റെ മുമ്പിൽ ആര് കൊടുത്തത്, നോട്ട് ഈസ് ബ്ലാങ്ക്. എന്ത് ചെയ്യും, ബ്ലാങ്ക് ഇല്ലെങ്കിൽ ട്രൂന്ന് റിട്ടേൺ ചെയ്യും, ബ്ലാങ്ക് ഉണ്ടെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. അത് ബേസ് വാല്യൂ കറക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ ഒരാൾ വർക്ക് ചെയ്താൽ മതി. കണ്ടോ, ഈ യൂണിക്കർ 9733 എന്ന് പറഞ്ഞാൽ ഫിൽഡ് സ്റ്റാറും 9734 എന്ന് പറഞ്ഞാൽ അൺഫിൽഡ് സ്റ്റാർ വരും. അപ്പോൾ ഇത് മൊത്തം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇത് മൊത്തം കോപ്പി ചെയ്തു. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു കൺട്രി എടുത്തിട്ട് എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതിലിപ്പം ഏറ്റവും താഴെ വരുന്ന വെഞ്ചുറ കൗണ്ടി. വെഞ്ചുറ കൗണ്ടിക്ക് എത്ര ഫിൽഡ് സ്റ്റാർ ഉള്ളത്, 6 ഫിൽഡ് സ്റ്റാറും 6 ഫിൽഡ് സ്റ്റാറും 4 അൺഫിൽഡ് സ്റ്റാറും. ഇത് എങ്ങനെ വർക്ക് ചെയ്യും നമുക്ക് നോക്കാം. ഞാൻ വൈറ്റ് ബോർഡ് എടുത്തിട്ട് അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആക്ച്വലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഈ ഒരു മാക്സിമം നമ്പർ ഓഫ് സ്റ്റാർ ചേഞ്ച് ആവും. അതെപ്പോഴും എന്തായിരിക്കും, 10 ആയിരിക്കും. ഇതും സെയിം ആയിരിക്കും, ഇതും സെയിം ആയിരിക്കും. എവിടുന്ന ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുക, ഇവിടുന്ന് കാര്യം ചേഞ്ച് ആവാൻ തുടങ്ങും. ഈ ബേസ് വാല്യൂ എന്തായിട്ട് പോകും, വെഞ്ചുറ കൗണ്ടി എത്തുമ്പോൾ വിഷ്വലിന്റെ അകത്തുള്ള ഫിൽറ്റർ അതിന്റെ അകത്തോട്ട് കയറും. അപ്പോൾ ടോട്ടൽ സെൽസ് ആരുടെ ആവും, വെഞ്ചുറ കൗണ്ടിയുടേതാവും. എത്രയാണ് വെഞ്ചുറ കൗണ്ടിയുടെ ടോട്ടൽ സൈസ് എത്രയാണ് നോക്കിയിട്ട് പറഞ്ഞ്, 12,50,531. ഇതല്ലേ വാല്യൂ. ഓക്കെ, എന്നിട്ട് അടുത്തത് എന്ത് ചെയ്യും, ഇത് കംപ്ലീറ്റ് ആയാൽ നോർമലൈസ്ഡ് ബേസ് വാല്യൂ. മിൻ ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഫസ്റ്റ് ആർഗ്യുമെന്റ് കിട്ടുന്നത് ആര് വർക്ക് ആവണം, മാക്സ് വർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഫസ്റ്റ് ആർഗ്യുമെന്റ് ആര് വർക്ക് ആവണം, ഡിവൈഡിന്റെ അകത്ത് എത്ര ആർഗ്യുമെന്റ്സ് കൊടുക്കേണ്ടത്, 2 ആൾക്കാർ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ന്യൂമറേറ്ററിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്,
ബേസ് വാല്യൂ മൈനസ് മിനിമം റേറ്റഡ് വാല്യൂ. അതിൽ ബേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് 12,50,531 മൈനസ് മിനിമം റേറ്റഡ് വാല്യൂ. എത്ര മിനിമം റേറ്റഡ് വാല്യൂ? 1 lakh. ഇനി ഡിനോമിനേറ്ററിലോട്ട് വരാം, അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ അവിടെ തന്നെ ചെയ്യാം. ഇത് സബ്സ്ട്രാക്ട് എത്രയായിട്ട് മാറും? 12 lakh 1 lakh എത്രയാവും? 11,50,531. ഇനി ന്യൂമറേറ്ററിൽ വന്ന അവിടെ ആരുള്ളത്? മാക്സിമം റേറ്റഡ് വാല്യൂ എത്രയാ? 20 lakh. ഓക്കെ, മൈനസ് മിനിമം റേറ്റഡ് വാല്യൂ. എത്ര മിനിമം റേറ്റഡ് വാല്യൂ? 1 lakh. ഓക്കെ, ഇത് സബ്സ്ട്രാക്ട് എത്രയാവും? 19 lakh ആവും. ഓക്കെ, ഇപ്പോൾ ഡിവൈഡ് ഫംഗ്ഷൻ എന്തായിരിക്കും റിട്ടേൺ ചെയ്ത് തരുമോ? 11,15,531 ഡിവൈഡ് ബൈ 19 lakh. അപ്പോൾ ചെയ്തിട്ട് എത്ര ആൻസർ വരുന്നത് പറഞ്ഞ്? ഡിവൈഡ് ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ തരുമോന്ന് ചെയ്തിട്ട് പറഞ്ഞ്? Zero. 0.6055. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? മാക്സ് ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങും. എന്ത് ആരും തമ്മിൽ കമ്പയർ ചെയ്യും. ഈ വാല്യൂ കമ്പയറിംഗ് വിത്ത് 0 എന്ത് റിട്ടേൺ ചെയ്യും? ഈ ഒരു ഡെസിമൽ വാല്യൂ റിട്ടേൺ ചെയ്യും അല്ലേ? അതായിരിക്കും ഇവിടെ കിട്ടാൻ പോകുന്നത് മിൻ ഫംഗ്ഷനിലെ ഫസ്റ്റ് ആർഗ്യുമെന്റ് 0.6055. അത് ആരുമായിട്ട് കമ്പയർ ചെയ്യും? 1 കമ്പയർ ചെയ്യും. അപ്പൊ ആരാ മിനിമം വാല്യൂ വരാം? 0.6055. ഓക്കെ, ഇനി ഇത് കംപ്ലീറ്റ് ആയല്ലേ? ഇനി ആറിലോട്ട് വരും? സ്റ്റാർ റേറ്റിംഗ്. റൗണ്ട് ഓഫ് നോർമലൈസ്ഡ് ബേസ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യും. നോർമലൈസ്ഡ് ബേസ് വാല്യൂ ഇപ്പൊ ആരുള്ളത്? 0.6055 ഇൻറ്റു മാക്സിമം നമ്പർ ഓഫ് സ്റ്റാർസ് എത്രയാ? 10. മൾട്ടിപ്ലൈ ചെയ്ത് എത്രയായിരിക്കും ആൻസർ വരുമോ? 6.055. ഡെസിമലിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് ഫംഗ്ഷന്റെ റിട്ടേൺ തരുമോ? 6 റിട്ടേൺ തരും. ഓക്കെ, വേരിയബിൾസ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇത് റിട്ടേൺ ചെയ്യാൻ പോകുന്ന എക്സ്പ്രഷൻ നോട്ട് ഈസ് ബ്ലാങ്ക്. കണ്ടീഷൻ എന്താണ്? ട്രൂ. ഓൾറെഡി ഇവിടെ വാല്യൂ ഉണ്ട്. റിപ്പീറ്റ് ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യുന്നത് ഒരു ടെക്സ്റ്റ് മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്യിക്കുക. 9733. ഫിൽഡ് സ്റ്റാർ എത്ര തവണ? സ്റ്റാർ റേറ്റിംഗ് 6 തവണ. അതിന്റെ കൂടെ എന്തായി? കോൺകാറ്റിനേറ്റ് ഓപ്പറേറ്റർ. വീണ് റിപ്പീറ്റ് 9734. എന്താണ്? അൺഫിൽഡ് സ്റ്റാർ. എത്രയാണ് പറഞ്ഞത്? മാക്സിമം നമ്പർ ഓഫ് സ്റ്റാർ മൈനസ് സ്റ്റാർ റേറ്റിംഗ് 6. 10 - 6 4. അപ്പോൾ 6 ഫിൽഡ് സ്റ്റാറുമായി 4 അൺഫിൽഡ് സ്റ്റാറുമായി. ഇതാണ് ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന ലോജിക്. ആ മിന്നും മാക്സും ഡിവൈഡും ആണ് മൊത്തം കാര്യങ്ങൾ ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. കണ്ടോ? എന്തിനാണ് ഇവിടെ മിന്നും മാക്സ് യൂസ് ചെയ്തിരിക്കുന്നത് മനസ്സിലായോ? 1 0 വെച്ചിട്ട് മൊത്തം കമ്പാരിസൺ പോകുന്നത് എന്തിനായിരിക്കും? ഒരിക്കലും സ്റ്റാർ എന്താവരുത്? 10 എബവും പോവരുത്, അതിന് ബിലോവും ആവരുത്. നെഗറ്റീവ് ആവരുത്. 1 into 10 എന്താവണം? 10 തന്നെ ഫിക്സ് ആവണം. അപ്പോൾ അതവിടെ ഫിക്സ് ചെയ്ത് വെക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോസസ് അവിടെ ചെയ്യുന്നത്. അത് മാക്സ് ഫംഗ്ഷൻ എപ്പോഴും ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? 0 ആയിട്ട്. ഇപ്പൊ കിട്ടുന്നത് ഡെസിമൽ വാല്യൂ ആണെങ്കിൽ ഉറപ്പ് എന്തായിരിക്കും? അതായിരിക്കും വലിയ വാല്യൂ. ഒരിക്കലും എന്തില്ല? 0 കിട്ടില്ല ഫസ്റ്റ് തിങ്. ഇപ്പൊ എന്താ? വാല്യൂ ഒരിക്കലും 0 ആകില്ല. സെക്കൻഡ് പാർട്ട് എന്താണ്? അതൊരിക്കലും 1 മുകളിലും പോകരുത്. ഇപ്പൊ നെക്സ്റ്റ് എന്താക്കി? മിൻ വെച്ചിട്ട് അവിടെ കിട്ടുന്ന വാല്യൂവിനെ ആരുമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി? 1 കമ്പയർ ചെയ്യുക. ഇൻ കേസ് മാക്സ് റിട്ടേൺ ചെയ്ത് 1 വലിയ വാല്യൂ ആണെങ്കിൽ മിൻ അത് ഇവിടെ സ്റ്റിക്കോളും. 1 റിട്ടേൺ ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തോളും. അപ്പൊ എത്ര സ്റ്റാർ വരെ മാക്സിമം പോകും? 1 into 10 അത്ര വരെ പോകും. ഇനി 5 ആണ് കൊടുത്താൽ
1 × 5 അത് അവിടെ സ്റ്റോപ്പ് ആവും. അപ്പൊ 1ന്റെ അകത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം, അതിന് ഫിക്സ് ചെയ്യണം. 0 ആവരുത്, പക്ഷെ 1ന്റെ എബോവും പോകരുത്. അതിനാണ് അവിടെ മാക്സും മിന്നു വെച്ചിട്ട് അവരവർ ലോജിക്ക് എഴുതി ഉണ്ടാക്കിയത്. ക്ലിയർ ആണ് എല്ലാവർക്കും? അപ്പൊ കണ്ടോ, മിന്നും മാക്സും നോർമൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ അല്ല, അത് ഹൈലി പവർഫുൾ ആയിട്ടുള്ള 2 ആൾക്കാരാണ്. അതൊരിക്കലും 0 ആവരുത്. 0 ആവാതിരിക്കാൻ എന്ത് ചെയ്തു, മാക്സ് അവിടെ പരിപാടി ഒപ്പിച്ചു. ഒരിക്കലും എന്താവരുത്, 1ന് മുകളിലും പോകരുത്. അത് ആര് കൺട്രോൾ ചെയ്തു, മിന്നും അവിടെ കൺട്രോൾ ചെയ്ത് വെച്ചു. എന്നിട്ട് കിട്ടുന്ന വാല്യൂ ഡെസിമൽ ആയത് ഡിവൈഡ് ചെയ്തിട്ടല്ല ഇത് ആൾക്കാരെ കിട്ടുന്നത്. അപ്പൊ ഡിവൈഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്താവും, ഡെസിമൽ ഉണ്ടാവുമെന്ന് അവർക്കറിയാം. അപ്പൊ ഡെസിമൽ 4 ഒഴിവാക്കണം. എന്താണ്, ഡെസിമലിന് മൊത്തം ഒഴിവാക്കണം. അതിനവിടെ ആര് യൂസ് ചെയ്തു, റൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തു. അത്രയുള്ള ഇവിടെ യൂസ് ചെയ്ത ലോജിക്ക്, വേറെ ഒന്നുമില്ല. പിന്നെ അവരെന്ത് കൊടുത്തു, റിട്ടേൺ വെച്ചിട്ട് ഇവിടെ പീസ് ബ്ലാങ്ക് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ ബ്ലാങ്ക് കൊടുത്തിട്ട് എന്ത് ചെയ്താൽ റിസൾട്ട് ഈ ഫോൾസ് ചെയ്ത് പ്രിന്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വർക്കാവുമല്ലോ. പക്ഷെ അവരതിന് പകരം എന്ത് ചെയ്തു, അത് നോട്ട് ഈസ് ബ്ലാങ്ക് എന്നുള്ളൊരു ഫംഗ്ഷൻ അല്ല. ഈ നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റർ പോലെ കീവേഡ് ആണ്. അത് ഈസ് ബ്ലാങ്കിന്റെ കൂടെ കമ്പൈൻ ചെയ്തെടുത്തു. ഈ ഒരു ലോജിക്ക് ക്ലിയർ ആണ് എല്ലാവർക്കും? ഓൺലൈൻ ഈ ഒരു ലോജിക്ക് ക്ലിയർ ആണ് എല്ലാവർക്കും? ഓൺലൈൻ ക്ലിയർ ആണ് ഈ ഒരു ലോജിക്ക്? ആരുമില്ലേ? ഓക്കെ, ഇത് പ്രോപ്പറായി മനസ്സിലാക്കിയിട്ട് അവിടെ നോട്ട് ചെയ്ത് വെച്ച് ഇനി സ്റ്റാർ റേറ്റിംഗ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ ക്വിക്ക് മെഷറുടെ ഹെൽപ്പ് ഇല്ലാതെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ക്വിക്ക് മെഷറുടെ ഹെൽപ്പ് ഇല്ലാതെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി എങ്ങനെയാണ് ഇതിന്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. 2 or 3 കൗണ്ടേഴ്സിന്റെ വാല്യൂസ് എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് സെൽഫായിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പവർ ബിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ക്വിക്ക് മെഷർ കൊടുത്തിരിക്കുന്നത് അതിനാണ്. നമുക്ക് ഒരു ലോജിക്കും കിട്ടുന്നില്ല, എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാം, ഇതിനെ വേറെ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ? അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പിന്നെ 2 ദിവസം ലീവാണ് വരുന്നത്. ഈ ക്ലാസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാം, മൺഡേ. അപ്പൊ പറഞ്ഞ ലിങ്ക്ഡിനിലൊക്കെ എന്ത് ചെയ്യാം, നല്ല രീതിയിലുള്ള ഒരു പോസ്റ്റ് ഒക്കെ ആക്കി ഇംപ്ലിമെന്റ് അപ്ലോഡ് ചെയ്യാട്ടോ. മീൻസ് അത് പവർ ബി റിലേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പൈത്തൺ റിലേറ്റ് ചെയ്യണമെന്ന് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, നിങ്ങളുടെ ജേണി നല്ല അടിപൊളിയായിട്ട് എഴുതി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം, അത് പോസ്റ്റ് ചെയ്യാം. ഫ്രം എ നോൺ IT ടു IT എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ആ ക്യാപ്ഷൻ ഒന്നും കൊടുക്കരുത് കേട്ടോ, അതൊക്കെ ക്ലീശയാണ്. വരുന്ന രീതിയിൽ ഇതാണ് ഞാൻ തമാശക്ക് പറഞ്ഞേ ഉള്ളൂ. ഞാൻ അതുപോലെ തന്നെ പോയിട്ട് കൊടുക്കരുത്. ഇല്ലെങ്കിൽ എന്താണ്, ഫ്രം എ ഫിസിക്സ് ടു ഡാറ്റാ സയൻസ്, എന്നിട്ട് നല്ലൊരു കണ്ടന്റ് ആണ് അതിൽ ഇടാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പവർ ബിയിൽ ഈ ഒരു ടെക്നിക്ക് ഇംപ്ലിമെന്റ് ചെയ്തു, അതിന്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ പൈത്തൺ വെച്ചിട്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാം ഉണ്ടാക്കി, അത് റിയൽ ലൈഫിൽ ഈ ഒരു സ്ഥലത്ത് അവർക്ക് യൂസ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ടാഗ് ചെയ്യാൻ പറ്റുന്നവരെ ടാഗ് ചെയ്യുക. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റീച്ച് കിട്ടാം. ഓക്കെ, അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, വീക്കെൻഡും കാര്യങ്ങളും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. പിന്നെ എൻജോയ് കൂടെ ചെയ്യാം കേട്ടോ. പഠിത്തം മാത്രം ആക്കരുത്, കുറച്ച് ടൈം എൻജോയും ചെയ്യാം കേട്ടോ. ഓക്കെ, ഓൺലൈൻ ലീവ് ചെയ്യുന്നവർ ലീവ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചോളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ശരി. താങ്ക് യു സർ. Thank you, sir.